മലയാള സിനിമയിൽ സ്ത്രീകൾ എവിടെ? ചോദ്യം ഉന്നയിച്ചിരിക്കുകയാണ് സംവിധായിക അഞ്ജലി മേനോൻ. സൂപ്പർ ഹിറ്റായ പ്രേമലു ഒഴികെ അടുത്തിടെ ഇറങ്ങിയ മഞ്ഞുമൽ ബോയ്സ്, വർഷങ്ങൾക്ക് ശേഷം ആവേശം, ഭ്രമയുഗം തുടങ്ങിയ ചിത്രങ്ങളിൽ സ്ത്രീ കഥാപാത്രങ്ങൾക്ക് വലിയ പ്രാതിനിധ്യം ഉണ്ടായിരുന്നില്ല. ഈ സാഹചര്യത്തിലാണ് സംവിധായിക അഞ്ജലി മേനോൻ സോഷ്യൽ മീഡിയകളിൽ ചർച്ചയ്ക്ക് തുടക്കമിട്ടുകൊണ്ട് ചോദ്യവുമായി എത്തിയത്. മലയാളത്തിൽ ഈയിടെ ഇറങ്ങി കോടി ക്ലബിൽ ഇടം നേടിയ ചിത്രങ്ങളിൽ ഒന്നിലൊഴികെ മറ്റൊന്നിലും നായികമാരില്ലാത്തതാണ് അഞ്ജലി മേനോൻ ചൂണ്ടിക്കാട്ടുന്നത്. മഞ്ഞുമൽ ബോയ്സ്, ആവേശം, 2018 എന്നീ സൂപ്പർ ഹിറ്റ് സിനിമകളുടെ ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ടായിരുന്നു മലയാള സിനിമയിലെ സ്ത്രീകൾ എവിടെയാണ് എന്ന് സംവിധായക ചോദ്യമുന്നയിച്ചത്. അതേസമയം അഞ്ജലി പങ്കുവച്ച പോസ്റ്ററിനെതിരെ വിമർശനവുമായി നിരവധി പേരാണ് രംഗത്തെത്തുന്നത്. സംവിധായികയുടെ ചോദ്യത്തിന് ഒട്ടേറെ പേർ പ്രതികരണവുമായി എത്തി. ചിലർ സ്ത്രീ കഥാപാത്രങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നില്ലെന്ന് അഭിപ്രായപ്പെട്ടപ്പോൾ മറ്റു ചിലർ വിയോജിപ്പ് രേഖപ്പെടുത്തി. യഥാർത്ഥ സംഭവങ്ങൾ സിനിമയാക്കുമ്പോൾ എന്തിനാണ് ഇല്ലാത്ത സ്ത്രീ കഥാപാത്രങ്ങളെ സൃഷ്ടിക്കുന്നതെന്നാണ് പലരും വിമർശനാത്മകമായി കമന്റുകൾ പങ്കുവയ്ക്കുന്നത്. സ്ത്രീ കഥാപാത്രങ്ങൾ സിനിമകളിൽ ആവശ്യമുണ്ടെങ്കിൽ മാത്രം പോരെയെന്നും വെറുതെ ഒരു സ്ത്രീ കഥാപാത്രത്തെ സൃഷ്ടിച്ച് നോക്കുകുത്തിയെ നിർത്തുന്നതിലും ഭേദമല്ലേ ഇല്ലാതിരിക്കുന്നതെന്നും ചോദ്യങ്ങളുണ്ട്. തൻ്റെ സിനിമകളിലൂടെ അഞ്ജലി മേനോൻ സൃഷ്ടിച്ച ഇഷ്ടവും ബഹുമാനവും ഇത്തരം സ്റ്റേറ്റ്മെൻറ്റുകളിലൂടെ അവർ തന്നെ സ്വയം നഷ്ടപ്പെടുത്തുകയാണെന്നുമുള്ള പലതരം കമൻറ്റുകളുണ്ട്. ഈ സിനിമകളിലൊക്കെ അമ്മ വേഷത്തിൽ വന്നതും സ്ത്രീകളാണെന്നും മുൻനിര നായികമാരല്ലെന്നു കരുതി സ്ത്രീകളില്ലെന്ന് പറയരുതെന്നും ചിലർ അഭിപ്രായപ്പെടുന്നു. സ്ത്രീകളെ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി മാത്രം കഥാപാത്രങ്ങളെ സൃഷ്ടിച്ചാൽ അത് അരോചകമായിരിക്കുമെന്നും അഭിപ്രായപ്പെട്ടു. യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കി ഒരുക്കിയ മഞ്ഞുമൽ ബോയ്സ് പോലുള്ള സിനിമകളിൽ ഈ ചോദ്യത്തിന് പ്രസക്തിയില്ലെന്നും ചിലർ പറഞ്ഞു. അതേസമയം സമീപകാലത്ത് ആട്ടം പോലുള്ള സിനിമകൾ ഇവിടെ ഇറങ്ങിയിട്ടുണ്ടെന്നും അതിലെ കേന്ദ്ര കഥാപാത്രം സ്ത്രീയായിരുന്നുവെന്നും അഭിപ്രായം പ്രകടിപ്പിക്കുന്നവരും ഉണ്ട്. അർത്ഥവത്തായ ചർച്ചയ്ക്ക് തുടക്കമിടുക എന്ന ഉദ്ദേശത്തോടെയാണ് അഞ്ജലി മേനോൻ ചോദ്യമുന്നയിച്ചത്. മറുപടികൾ വായിച്ചു നോക്കിയെന്നും സത്യസന്ധതയോടെ ഉത്തരങ്ങൾ നൽകിയതിൽ നന്ദിയുണ്ടെന്നും അഞ്ജലി മേനോൻ പറയുന്നു. സമീപകാലങ്ങളിൽ ഇറങ്ങിയ ബോക്സ് ഓഫീസിൽ വലിയ കളക്ഷൻ നേടിയ ചിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ അഞ്ജലി മേനോന്റെ ചോദ്യം എത്രത്തോളം പ്രസക്തമാണെന്ന് മനസ്സിലാകും. അഞ്ജലി മേനോൻ ചോദ്യം ഉന്നയിച്ചപ്പോൾ പങ്കുവച്ച മഞ്ഞുമൽ ബോയ്സ്, ഭ്രമയുഗം, 2018, ആവേശം എന്നീ ചിത്രങ്ങൾ മാത്രം എടുത്തു നോക്കുകയാണെങ്കിൽ ഇതിലൊന്നും തന്നെ പ്രാധാന്യമേറിയ സ്ത്രീ കഥാപാത്രങ്ങളില്ല. ഭ്രമയുഗം എന്ന ചിത്രം എടുക്കുകയാണെങ്കിൽ അതിലെ യക്ഷിയുടെ കഥാപാത്രം പ്രാധാന്യമുള്ളതാണെങ്കിലും പക്ഷേ അവിടെയും സിനിമ റിലീസിന് എത്തുന്നതിനു മുൻപ് പോസ്റ്ററുകളിൽ പോലും പ്രാധാന്യം ലഭിക്കാതെ പോവുകയാണ് സ്ത്രീ കഥാപാത്രങ്ങൾക്ക്. മറ്റു സിനിമകളിലും ഇതേ അവസ്ഥ തന്നെയാണ്. പക്ഷേ വേറൊരു തരത്തിൽ ഈ സിനിമകളെ വിലയിരുത്തുമ്പോൾ സിനിമകൾക്ക് അനുയോജ്യമായ കഥാപാത്രങ്ങളെയാണ് ഈ പറഞ്ഞിരിക്കുന്ന ഓരോ സിനിമയിലും അണിനിരത്തിയിരിക്കുന്നത് എന്നതും ഒരു വസ്തുതയാണ്. എന്തായാലും അഞ്ജലി മേനോന്റെ ഈ ചോദ്യം സോഷ്യൽ മീഡിയയിലാകെ ചൂടുള്ള ചർച്ചകൾക്കാണ് തുടക്കമിട്ടിരിക്കുന്നത്. മലയാളി പ്രേക്ഷകരുടെ പ്രിയ സംവിധായികയായ അഞ്ജലി മേനോന്റെ ഈ ചോദ്യത്തോടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.